Sir, today is a special day for you because you have been nominated to become an Rajya Sabha MP. So, what can we expect from you as a member of Parliament? Can you answer in Malayalam? Okay. നിങ്ങളുടെ വോയിസ് അവിടെ കേൾക്കും, അത് എൻ്റെ വോയിസ് അല്ല. നിങ്ങളാണ് എനിക്ക് ഡബിങ് കൊടുക്കാൻ പോകുന്നത്. ഐ വിൽ മൂവ് മൈ ലിപ്സ്, ദ ലാംഗ്വേജ് വിൽ ബി യോർസ്. ഓഫ് ദ പീപ്പിൾ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡം, ഹിന്ദി എന്ന് ഞാൻ നോക്കുന്നില്ല. ഓഫ് ദ പീപ്പിൾ, that language will always win. From Buddha to Christ to Gandhi to anybody on the streets today, they will understand that language. And I will speak that language. And please prompt me if I forget something. I'll speak for you. That's why I'm going there. Beautiful, sir. Any more questions? Samita? Yeah. Sir, വളരെ റീസെന്റ് ജോയിച്ചേട്ടനെ അപ്രീഷിയേറ്റ് ഉണ്ടായിരുന്നു ആസ് എൻ ആക്ടർ, ഡയറക്ടർ. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് വളരെ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അതുമാത്രമല്ല, ഫൈനലി പുള്ളിക്ക് ഡിസേർവ് ചെയ്യുന്നൊരു അപ്രിസിയേഷൻ കിട്ടി എന്ന് നമുക്ക് തന്നെ തോന്നി. അപ്പോൾ പുള്ളി ഒരു ഡയറക്ടറൽ ഡെബ്യൂട്ട് ചെയ്തു. അത് അടിപൊളി സിനിമയായിരുന്നു പണി എന്ന് പറയുന്നത്. സോ ഇഫ് ഹീസ് പ്ലാനിങ് ടു മേക്ക് എ സെക്കൻഡ് മൂവി ആസ് എ ഡയറക്ടർ ആൻഡ് ഇഫ് ഹി കോൾസ് യു ഫോർ ലൈക്ക് ഒരു ആക്ടറായിട്ട് ക്ഷണിക്കുവാണെങ്കിൽ വിൽ യു? അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് കോമഡി ഫിലിമാണ്. അത് എന്തെങ്കിലും ഡിസ്റ്റർബ് ആവുമോ എന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറിൽ വിളിക്കില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിളിച്ചാൽ പോകേണ്ടി വരും, രക്ഷയില്ല. എന്റെ പൊന്നളിയെ എന്റെ പണി കളയല്ലേ കേട്ടോ ദൈവത്തെ. ആൻസർ വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പോ മെനി ടോക്കിംഗ്, ഈ ഒരു പ്രൊമോഷണൽ രീതി ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ചുമ്മാ കുറെ പ്രൊമോഷണൽ ഈവന്റ്സ് നടത്താതെ സംഭാഷണങ്ങളിലൂടെ ആൾക്കാരിലോട്ട് ഇതിന്റെ കണ്ടന്റും പടം എന്താണെന്നും ഒക്കെ എത്തിക്കുന്നുണ്ട്. അപ്പോ പ്രൊമോഷണൽ ആസ്പെക്റ്റിലല്ലാതെ ജനങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ നെസറിയായിട്ട്? സിനിമയെ കുറിച്ച് അല്ലാതെ എന്തെങ്കിലും പ്രൊമോഷണൽ ആസ്പെക്ട് ഇല്ലാതെ? So what you're telling is like സിനിമയെ കൂടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരുപാട് എക്കോ ഉണ്ട് ഇവിടെ. അല്ല, എപ്പോഴും we say something special in any movie that I try to do. Sometimes my voice is clear, my accent is legible, and my flow is correct. Sometimes it's not correct, so you don't understand. That's my fault. But in this film, I think many experts have joined hands to make you see our point of view. This is our point of view about life of crime and the thugs involved in it. So we'll sum it up. Okay, that's the last one from there. Yeah, please. What is the message behind Thug Life? What is the message behind Thug Life, this film? Sir, I'm an actor. I leave it to Postman and Twitter for that. Okay. Thank you.